ഗുഡ് ഡേ. ഇപ്പോൾ എല്ലാവർക്കും GSTയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ സെമസ്റ്ററിൽ GST ഞാനായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുന്നത്. എൻ്റെ പേര് ഫ്രാൻസിസ് ജോസഫ്. ഇപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. GST ഒരു ഓപ്ഷണൽ പേപ്പറാണ്. ഓപ്ഷണൽ പേപ്പർ എന്താണെന്ന് നിങ്ങൾക്കറിയാം. BComന് പൊതുവായിട്ട് ഒരു സിലബസ് ഉണ്ട്. പക്ഷേ ഒരു പേപ്പർ മാത്രം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അതൊരു ഓപ്ഷനാണ്. അതായത് നിങ്ങൾ BCom ആൻഡ് ഫിനാൻസ് ടാക്സേഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട പേപ്പറുകൾ പഠിക്കും. നിങ്ങൾ ഇനി BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുകയാണെങ്കിൽ അതായത് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതായത് ടാലി പോലത്തെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും. ഇനി നിങ്ങൾ BCom ആൻഡ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എടുക്കുമ്പോൾ അതായത് നിങ്ങളിപ്പോൾ എടുത്തതുപോലെ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നിങ്ങളിപ്പം പഠിക്കുന്നു. മോഡ്യൂൾ 1 നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൻ്റെ ആ പേപ്പറിൻ്റെ മോഡ്യൂൾ 1 ആണ് ഞാനിപ്പം കാണിച്ചിരിക്കുന്നത്. ഈ മോഡ്യൂൾ 1 നമ്മൾ GSTയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പഠിക്കുന്നത്. GST എന്നതാണ്, CGST എന്നതാണ്, SGST എന്നതാണ്, IGST എന്നതാണ്, HSN കോഡ് എന്താണ്, SAC കോഡ് എന്താണ്, അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ പഠിക്കുന്നു. അത് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ടാക്സ്. ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പൽസറി കോൺട്രിബ്യൂഷൻ ടു സ്റ്റേറ്റ് റവന്യൂ ആണ്. ലെവീഡ് ബൈ ദ ഗവൺമെന്റ് ഓൺ വർക്കേഴ്സ് ഇൻകം ആൻഡ് ബിസിനസ് പ്രോഫിറ്റ് added to cost of some goods, services and transactions to fund government spending and various public expenditure. അതായത് നിങ്ങളെ ഭൂമിയിൽ പിറന്ന് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കമ്പൽസറി ആയിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ടാക്സ്. ടാക്സ് കമ്പൽസറി പേയ്മെൻ്റ് ആണ് സ്റ്റേറ്റിന്. അതായത് നിങ്ങൾ ഏത് സംസ്ഥാനത്താണോ അല്ലെങ്കിൽ ഏത് രാജ്യത്താണോ നിങ്ങൾ ജീവിക്കുന്നത് അവിടെ നിങ്ങൾ കൊടുക്കേണ്ട ഒരു കാര്യമാണ് ടാക്സ്. എന്തിനാണ് ഈ ടാക്സ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ വേരിയസ് പബ്ലിക് എക്സ്പെൻഡിച്ചർ പ്രോഗ്രാമിന് ഫണ്ട് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് പാലങ്ങൾ ഉണ്ടാക്കാനും അല്ലെങ്കിൽ റോഡുകൾ ഉണ്ടാക്കാനും വേണ്ടിയൊക്കെ ഗവൺമെൻറ് ചിലവാകുന്ന ആ പൈസ നമ്മൾ ഗവൺമെൻറ് കണ്ടെത്തുന്നത് ഈ ടാക്സിൽ നിന്നാണ് മെയിനായിട്ട്. അല്ലെങ്കിൽ ടാക്സ് ആരൊക്കെ കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർക്കേഴ്സ് കൊടുക്കണം, അവരുടെ സാലറിയിൽ നിന്ന്, ബിസിനസ്സുകൾ കൊടുക്കണം അവരുടെ പ്രോഫിറ്റിൽ നിന്ന്, അങ്ങനെ നിരവധിയായ ആളുകൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി മെത്തേഡ് ഓഫ് ടാക്സേഷൻ്റെ മെത്തേഡ് നമുക്ക് നോക്കാം. പ്രോഗ്രസീവ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് റേറ്റ് ഓഫ് ടാക്സ് ഫോർ ഇൻക്രീസിങ് വാല്യൂ ഓർ വോളിയം. പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ തന്നെ ഉയർച്ച എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രോഗ്രസീവ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെയിൽസ് വോളിയം അല്ലെങ്കിൽ സെയിൽസ് വാല്യൂയോ, എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്, സെയിൽസ് വോളിയം വാല്യൂയോ ഇൻക്രീസ് ചെയ്യുമ്പോൾ ടാക്സും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് പ്രോഗ്രസീവ് ടാക്സ്. ഇനി റിഗ്രസീവ് ടാക്സ് ഉണ്ട്. അതായത് സെയിൽസ് വാല്യൂ അല്ലെങ്കിൽ സെയിൽസ് വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ ടാക്സ് ഡിക്രീസ് ആകുവാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് റിഗ്രസീവ് ടാക്സ്. ഇനി പ്രൊപ്പോർഷണൽ ടാക്സ് ഉണ്ട്. അതായത് ഫിക്സ്ഡ് റേറ്റ് ഓഫ് ടാക്സ് ഫോർ എവറി ലെവൽ ഓഫ് ഇൻകം. പ്രൊപ്പോർഷണൽ, അതായത് പർട്ടിക്കുലർ പ്രൊപ്പോർഷണൽ ടാക്സ് നികത്തുന്നു. അതായത് 25% അല്ലെങ്കിൽ 15% ടാക്സ് എന്ന് പറയുകയാണ്, അത് ഫിക്സ്ഡ് ആണ്. ഫിക്സ്ഡ് ടാക്സിന് പറയുന്ന പേരാണ് പ്രൊപ്പോർഷണൽ ടാക്സ്. ഇനി ടാക്സസ് ഇൻ ഇന്ത്യ നമുക്ക് പഠിക്കാം. ഇന്ത്യയിലെ ഏതൊക്കെ ടാക്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ടാക്സും ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട്. മെയിനായിട്ട് നമ്മൾ ആ ഡയറക്റ്റ് ടാക്സ് എന്താണെന്ന് നമ്മൾ പഠിക്കണം, ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്ന് പഠിക്കണം. ഡയറക്റ്റ് ടാക്സിനെ കുറിച്ച് പറയുന്നത് ഇൻസിഡൻസ് ആൻഡ് ഇമ്പാക്ട് ആർ ഓൺ ദ സെയിം പേഴ്സൺ. ഒരു വ്യക്തിയിലെ ആ ഒരു ഇൻസിഡൻസ് ഇമ്പാക്റ്റും വരികയാണെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് ഡയറക്റ്റ് ടാക്സ്. ആർക്കാണോ ഇൻകം കിട്ടുന്നത് അവർ തന്നെ ഗവൺമെന്റിന് ടാക്സ് കൊടുക്കുകയാണെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് ഡയറക്റ്റ് ടാക്സ്. സെം 5ലും സെം 6ലും നമ്മളത് പഠിക്കുന്നതായിരിക്കും. സെം 5നും സെം 6ലും അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെം 5ഉം 6ഉം ഇൻകം ടാക്സ് നിങ്ങൾ പഠിക്കുന്നതാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിളാണ് ഇൻകം ടാക്സ്. ഇപ്പം ജോൺ എന്ന് പറഞ്ഞൊരു വ്യക്തി സാലറി ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തി തന്നെ ഗവൺമെന്റിന് ഇൻകം ടാക്സ് കൊടുക്കുകയാണെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് ഡയറക്റ്റ് ടാക്സ്. അപ്പോൾ ഈ ജോൺ എന്ന വ്യക്തി റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടി, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടി വേരിയസ് ടാക്സ് പ്രാക്ടീഷണേഴ്സിനെ സമീപിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ടാക്സ് കൺസൾട്ടൻസിനെ സമീപിച്ചിട്ടാണ് ജോൺ എന്ന വ്യക്തി ഗവൺമെന്റിന് ടാക്സ് കൊടുക്കുന്നത്. ആ വ്യക്തി തന്നെയാണ് കൊടുക്കുന്നത്. ഇനി ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്. ഇൻഡയറക്റ്റ് ടാക്സിനെ കുറിച്ച് പറയുന്നത് ഇൻസിഡൻസ് ആൻഡ് ഇമ്പാക്ട് ഓൺ ഡിഫറെന്റ് പേഴ്സൺ. രണ്ട് വ്യക്തികളിൽ ടാക്സിന്റെ ഇമ്പാക്ട് വരികയാണ്, അതിന് പറഞ്ഞ പേരാണ് ഇൻഡയറക്റ്റ് ടാക്സ്. അതായത് കളക്ട് ചെയ്യുന്ന ആള് അവർ തന്നെ, അതായത് ഇപ്പം ജോൺ എന്ന് പറഞ്ഞ വ്യക്തി ഒരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ വിവിധതരം സെയിൽസ് നടത്തുന്നുണ്ട്. അപ്പം ഈ സെയിൽസ് നടത്തുമ്പോൾ കസ്റ്റമേഴ്സ് ടാക്സ് ഉൾപ്പെടെയാണ് കൊടുക്കുന്നത്. അപ്പം ആ ടാക്സ് പേ ചെയ്യുന്നത് ജോൺ ആയിരിക്കും. പക്ഷേ
അത് ഇമ്പാക്ട് ചെയ്യുന്നത് അത് കസ്റ്റമേഴ്സിന്റെ കയ്യിലായിരിക്കും. കസ്റ്റമേഴ്സ് അത് ടാക്സ് ജോണിന്റെ കയ്യിലാണ് കൊടുക്കുന്നത്. ജോണാണ് ഗവൺമെന്റിന് കൊടുക്കുന്നത്. അപ്പോൾ ഇൻഷുറൻസ് ആൻഡ് ഇമ്പാക്ട് ആർ ഓൺ ഡിഫറെന്റ് പേഴ്സൺസ്. 2 വ്യക്തികളിലാണ് അതിന്റെ ഇൻഷുറൻസ് ഇമ്പാക്റ്റും വരുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിന് മേലാണ് അതിന്റെ ഇമ്പാക്ട് വരുന്നത്. പക്ഷെ അതിന്റെ ടാക്സ് കൊടുക്കുന്നത് ജോണാണ്, അല്ലെങ്കിൽ സെയിൽസ് പേഴ്സൺ ആണ് അതിന്റെ ടാക്സ് കൊടുക്കുന്നത്. അതാണ് ഇൻഡയറക്റ്റ് ടാക്സ്. സെം 3 അപ്പം നിലവിൽ നമ്മൾ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഇൻഡയറക്റ്റ് ടാക്സിന് ഒരു എക്സാമ്പിൾ ആണ് GST. ഇപ്പം GST കുറിച്ച് പറയുന്നത് ഏത് ഭരണഘടന അനുച്ഛേദ പ്രകാരമാണ് GST ഉണ്ടായതെന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. 101 അനുച്ഛേദ പ്രകാരം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 101 അനുച്ഛേദ പ്രകാരമാണ് GST ഉണ്ടായിരിക്കുന്നത്. ദ 101st അമെൻമെന്റ് ഇൻട്രൊഡ്യൂസ്ഡ് നാഷണൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഫ്രം 1 ജൂലൈ 2017. അതായത് 2017 ജൂലൈ 1 തൊട്ടാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് നിലവിൽ വന്നത്. ഏത് ഭരണഘടന അനുച്ഛേദ പ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 101 ഭരണഘടന അനുച്ഛേദ പ്രകാരമാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഇന്ത്യയിൽ നിലവിൽ വന്നത്. അതായത് GST നിലവിൽ വന്നതിന് ശേഷം വേരിയസ് സ്റ്റേറ്റ് ടാക്സും സെൻട്രൽ ടാക്സും എല്ലാം GSTയുടെ കീഴിലോട്ട് വന്നു. സ്റ്റേറ്റ് ടാക്സുകൾ ഏതൊക്കെയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാറ്റ്, സെയിൽസ് ടാക്സ്, എന്റർടൈൻമെന്റ് ടാക്സ്. എന്റർടൈൻമെന്റ് ടാക്സ് എന്ന് പറയുന്നത് നിങ്ങൾ മൂവി കാണാൻ പോവുകയാണെങ്കിൽ, നിങ്ങൾ സിനിമ കാണാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ടാക്സ് ആണ് എന്റർടൈൻമെന്റ് ടാക്സ്. ലക്ഷറി ടാക്സ്, ലക്ഷറി ആയിട്ടുള്ള ഗുഡ്സ് നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ടാക്സ് ആണ് ലക്ഷറി ടാക്സ്. ടാക്സ് ഓൺ ലോട്ടറി അല്ലെങ്കിൽ ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ്, ഒക്ട്രോയ്, പർച്ചേസ് ടാക്സ്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, സെൻട്രലുമായിട്ട് ബന്ധപ്പെട്ട ടാക്സുകൾ, സർവീസ് ടാക്സ്, സെൻട്രൽ സർവീസ് ടാക്സ്. അപ്പോൾ ഇതെല്ലാം വന്നപ്പോൾ GST വന്നപ്പോൾ ഇതെല്ലാം GSTയുടെ കീഴിലോട്ട് വന്നു. ഇനി ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഈസ് ആൻ ഇൻഡയറക്റ്റ് ടാക്സ് ലെവിഡ് ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇതൊരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഇൻഷുറൻസ് ആൻഡ് ഇമ്പാക്ട് ഓർ ഓൺ ഡിഫറെന്റ് പേഴ്സൺസ്. 2 വ്യക്തികളിലാണ് അതിൻ്റെ ഇൻഷുറൻസ് ഇമ്പാക്ട് ഉണ്ടാകുന്നത്. ഇമ്പാക്ട് ഉണ്ടാകുന്നത് കസ്റ്റമേഴ്സിന്റെ കയ്യിലും അത് പേ ചെയ്യേണ്ട ആള് ഇത് സെല്ലറുമാണ്. ഇപ്പോൾ 2 വ്യക്തികൾ അതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അത് എന്നാണ് പാർലമെന്റിൽ പാസ്സായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർച്ച് 29, 2017 അത് പാസ്സായത്. പക്ഷേ എന്നോട്ടാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2017 ജൂലൈ 1 തൊട്ടാണ് നിലവിൽ വന്നത്. നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 2017 ജൂലൈ 1 തൊട്ട് നിലവിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 1 തൊട്ടാണ്. ഇപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ ആ ഒരു ക്വാർട്ടറിൽ ഈ GST നിലവിലില്ല. നിലവിൽ വന്നത് ജൂലൈ തൊട്ടാണ്. അപ്പോൾ ആ ഒരു ക്വാർട്ടറിൽ എന്താണ് ഉണ്ടായിരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലുണ്ടായിരുന്ന വാറ്റ് സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. അതായത് വാല്യൂ ആഡഡ് ടാക്സ് സിസ്റ്റം ആയിരുന്നു ആ സമയത്ത് നമ്മൾക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 2017-18 ഫിനാൻഷ്യൽ ഇയറിന്റെ പ്രത്യേകത 2 ടാക്സ് സിസ്റ്റം ഉണ്ടായിരുന്നു. ആദ്യത്തെ ക്വാർട്ടറിൽ വാറ്റ് ബേസ്ഡ് സിസ്റ്റം, വാല്യൂ ആഡഡ് ടാക്സ് സിസ്റ്റം. 2, 3, 4 ക്വാർട്ടറിൽ GST ബേസ്ഡ് സിസ്റ്റം. GST വന്നതോടുകൂടി നിരവധി ഇൻഡയറക്റ്റ് ടാക്സ് ലോസ് എല്ലാം GSTയുടെ കീഴിലോട്ട് വന്നു, അല്ലെങ്കിൽ അതെല്ലാം റീപ്ലേസ്ഡ് ആയി. ഇനിയും GSTയുടെ അണ്ടറിലുള്ള ടാക്സ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IGST ഉണ്ട്, സ്റ്റേറ്റ് GST ഉണ്ട്, ഇന്റഗ്രേറ്റഡ് GST ഉണ്ട്. സെൻട്രൽ GST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാ സ്റ്റേറ്റ് മൂവ്മെന്റിൽ നമുക്ക് സെൻട്രൽ GST വരും. അതായത് ഇൻട്രാ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു സ്റ്റേറ്റിനകത്തുള്ള മൂവ്മെന്റിൽ നമുക്ക് ഉള്ളതാണ് സെൻട്രൽ GST. ഇനിയും 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ള മൂവ്മെന്റ് പറഞ്ഞ പേരാണ് ഇന്റഗ്രേറ്റഡ് GST. ഇൻട്രാ സ്റ്റേറ്റ്, അതായത് ഒരു സ്റ്റേറ്റിൽ തന്നെയുള്ള മൂവ്മെന്റിൽ സെൻട്രൽ GSTയും വരും, SGSTയും വരും. പക്ഷെ 2 സ്റ്റേറ്റിനുള്ള മൂവ്മെന്റിന് IGST മാത്രമേ വരത്തുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സും ഉണ്ട്, ഒറിജിൻ ബേസ്ഡ് ടാക്സും ഉണ്ട്. ഡെസ്റ്റിനേഷൻ ബേസ്ഡും ഒറിജിൻ ബേസ്ഡ്, അതായത് എവിടാണോ GST ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണെന്ന് പറയുന്നത്. അതായത് എവിടാണോ അതിന്റെ കൺസെപ്ഷൻ നടക്കുന്നത് അവിടാണ് അതിന്റെ ടാക്സ് ചുമത്തപ്പെടുന്നത്. അപ്പം ഡെസ്റ്റിനേഷൻ ബേസ്ഡ്, അതായത് സെയിൽ നടക്കുമ്പോഴല്ലേ ടാക്സ് ഉണ്ടാകുന്നത്. അപ്പം അതൊരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. ഒറിജിൻ ബേസ്ഡ് ടാക്സ് വേറെ ഉണ്ട്. മാനുഫാക്ചറിംഗുമായിട്ട് ബന്ധപ്പെട്ട ടാക്സ് ആണ് ഒറിജിൻ ബേസ്ഡ് ടാക്സ്. അപ്പം ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ GST വന്നതോടുകൂടി ഇത്രയും ടാക്സുകൾ GSTയുടെ കീഴിലോട്ട് വന്നു. വാറ്റും എക്സൈസും പർച്ചേസ് ടാക്സും സർവീസ് ടാക്സും സെൻട്രൽ സെയിൽസ് ടാക്സും ലക്ഷറി ടാക്സും എൻട്രി ടാക്സും എല്ലാം. അപ്പോൾ GSTയുടെ ബാക്കി കാര്യങ്ങൾ അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു.
അപ്പോൾ അടുത്ത GST യുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും.